വിയറ്റ്നാമിൽ ഉണ്ടായ ഒരു അപകടത്തിൽ നമ്മുടെ കൊട്ടാരക്കരയിലുള്ള രണ്ട് പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവരാണ് നമ്മളെ വേർപെട്ടതെന്നുള്ള വാർത്തയാണ് വന്നേക്കുന്നത്. ME-യുടെ കണക്കുണ്ട്. ജില്ലാ കളക്ടർ ഇപ്പോൾ വിളിച്ചിരുന്നു. അവർക്ക് ഔദ്യോഗികമായ പേരുകളെല്ലാം കിട്ടിയിട്ടില്ല. നേരത്തെ തന്നെ കൊട്ടാരക്കരയിൽ നിന്നും വിളിച്ചിരുന്നു. വളരെ വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ അടുപ്പമുള്ളതാണ്, കുടുംബ സുഹൃത്ത് പോലെ അടുപ്പമുള്ളതാണ്, ദീർഘകാലമായിട്ടുള്ള ബന്ധമുള്ളതാണ്. അവർ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടിന് അടുത്തുകൂടിയുള്ള റോഡ് വരുമ്പോൾ സ്ഥലമെല്ലാം വിട്ടുകൊടുത്തിട്ട് അങ്ങനെ റോഡൊക്കെ ഉണ്ടാക്കുന്നതിന് പോയത്. അപ്പോൾ അങ്ങനെ അടുപ്പമുള്ളതാണ്. അപ്പം നേരത്തെ തന്നെ മെസ്സേജ് വന്നപ്പോൾ ഇതായിരിക്കരുതേ എന്ന് വിചാരിക്കാം എന്ന് ആഗ്രഹിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ME തന്ന റിസൾട്ടാണ് നിങ്ങളുടെ ഉള്ളത്. ശ്രീ തോമസ് അച്ചായൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മറ്റുള്ളവരൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവിടെ അവർ പിന്നെ ഒരുമിച്ചുള്ള കണ്ടക്ടർ ടൂർ പോലെ പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഇല്ല. അപ്പോൾ അവിടുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നോർക്കയിൽ നിന്നും ഇവിടുന്ന് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നും ഒക്കെ ആയിരിക്കും ഇത് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു വരുന്നുണ്ട്. അങ്ങേറ്റം ദുഃഖകരമായ കാര്യമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ അറിഞ്ഞുകൂടാ. വളരെ എപ്പോഴും എല്ലാ കാര്യത്തിനും അടുത്ത് വിളിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഞങ്ങളുമായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള ആളുകളാണ് അവർ. അതിനങ്ങേറ്റം ദുഃഖകരമാണ്. ബാക്കി ഇതിൻ്റെ കാര്യങ്ങളും എംബസി ആയിട്ട് നമ്മളിപ്പം നോർക്കാവും CM-ൻ്റെ ഓഫീസും നമ്മുടെ MP-മാരും വഴിയാണല്ലോ. ഇവിടുത്തെ MP, നമ്മുടെ അവിടുത്തെ MP-മാരും ബാക്കിയുള്ള MP-മാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും നോർക്ക സെല്ലുമായിട്ടും കൂടെ ബന്ധപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എപ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലായിട്ടില്ല. അതാണ് പറയാം. കുടുംബാംഗങ്ങളാരെയും വിളിച്ചിരുന്നു? കുടുംബാംഗങ്ങളെ വിളിച്ചിരുന്നില്ല. കുടുംബാംഗങ്ങൾ കളക്ടറാണ് വിളിച്ചത്. കളക്ടറാണ് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തില്ലെങ്കിലും വിളിച്ചിട്ട് പിന്നെ കളക്ടർ പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ആളുകൾ വിളിച്ചിരുന്നു. ബാക്കി അവരെയൊക്കെ വിളിക്കുന്നതേ ഉള്ളൂ. ഞാൻ വിളിക്കുന്നത് ഇവരൊരു ഗ്രൂപ്പ് ടൂറിന്റെ ഭാഗമായിരുന്നോ അതോ ഞാൻ ഇവർ പോയിട്ട് ഇപ്പോഴത്തെ പല ടൂറുകളും ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഫോം ചെയ്യും. പല സ്ഥലത്തു നിന്നുള്ള ആളുകളല്ലേ അതിൽ പോയി ചേരുന്നത്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഈ ബോട്ടിലൊക്കെ അവിടുന്നും വാഹനത്തിലൊക്കെ പോകുമല്ലോ, അങ്ങനെ വരുമല്ലോ. അപ്പോൾ ഇവർ ഫാമിലിയായിട്ട് പോയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും മറ്റു സ്ഥലത്തു നിന്നൊക്കെ ഉള്ളവരും എന്നാണ് ലിസ്റ്റിൽ കാണുന്നത്. എന്നാലും വലിയ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിപ്പോയി. കൊട്ടാരക്കരയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ബന്ധമുള്ള ആളുകളാണിവർ. ധാരാളം ആളുകൾ ജോലി ചെയ്യുന്ന, സ്ഥാപനങ്ങൾ നടത്തുന്ന, എല്ലാവരുമായിട്ടും നല്ല ബന്ധമുള്ള ആളുകൾ തന്നെയാണ്. അടുത്ത ആഴ്ച എന്താ നടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കതിനെപ്പറ്റി അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ഇപ്പോൾ. ഇല്ല അതിനെപ്പറ്റിയൊന്നും നമുക്ക് അറിയില്ല. അതിനെപ്പറ്റി അറിയില്ല. CC-യിലെ ചർച്ച പുറത്തു പറയാൻ പറ്റുമോ? CC-യിലെ ചർച്ച നാളെയുണ്ട്, മറ്റന്നാളുണ്ട്. 3 ദിവസം കമ്മിറ്റി. അപ്പോൾ റിവ്യൂവും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ. ചർച്ചകൾ നടന്നുകൊണ്ടേ ഇരിക്കുമല്ലോ.